പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥലത്തെത്തി ഈ നടപടികൾക്ക് നേതൃത്വം വഹിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ഈ മൃതദേഹം പുറത്തേക്ക് എടുത്താലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് കുറഞ്ഞത് 1 മണിക്കൂറിലധികം എടുക്കും എന്നുള്ളതാണ്. അതിനുശേഷം വേണം ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനും മറ്റും അയക്കാൻ. കോട്ടയം മെഡിക്കൽ കോളേജിൽ വിശദമായ പോസ്റ്റ്മോർട്ടത്തിനായിരിക്കും സാധ്യത. കാരണം ഇത്തരമൊരു കേസായതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന കൂടുതൽ ഈ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ച് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? അത് കോൺക്രീറ്റ് കട്ടറാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോൺക്രീറ്റ് കട്ട് ചെയ്യുന്നതിനുള്ള മെഷീനാണ്. അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ സാധനങ്ങൾ കൂടി എത്തിക്കുന്നുണ്ട്. ഓക്സിജൻ സിലിണ്ടർ അല്ലെങ്കിൽ ഓക്സിജൻ മാസ്ക് ഒക്കെ ഘടിപ്പിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ കുഴിയിലേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു ഡീകമ്പോസ്റ്റ് അവസ്ഥയിലുള്ള ഒരു മൃതദേഹം അതിനകത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓക്സിജന്റെ ലെവലൊക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് അത്തരം എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോട് കൂടിയാണ് ഈ മൃതദേഹം ഈ കുഴിയിൽ നിന്ന് പുറത്തെടുക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 10 അടിയിലേറെ താഴ്ച ഈ വേസ്റ്റ് കുഴിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ മലിനജലം സംഭരിക്കുന്ന ഈ കുഴിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ ആണ് വർഷങ്ങളായി ഇത് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അതിൽ മണ്ണ് രൂപപ്പെട്ടിരുന്നു. ആ മണ്ണിലാണ് മൃതദേഹം കുഴിച്ചിട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇറങ്ങി അതിൽ മൃതദേഹമുണ്ട് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എടുക്കുക. ആ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുക. അത്തരം നടപടികളാണ് ഇനി പോലീസിന് മുന്നിലുള്ളത്. അതായത് പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവർ ആസൂത്രിതമായി ചെയ്തതാണ്. കാരണം മൃതദേഹം ഒരിക്കലും തിരികെ കിട്ടില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ പുറം ലോകം അറിയില്ല എന്ന നിലയിൽ ഇത് വളരെ രഹസ്യമായി തന്നെ ഇത്തരം ദുഷ്കരമായ ഒരു സാഹചര്യത്തിലേക്ക് മൃതദേഹം ഉപേക്ഷിച്ച് ഇല്ലാതാക്കുക എന്ന് പറയുമ്പോൾ കൃത്യമായ ആസൂത്രണം, പ്രതികളുടെ ഈ ക്രിമിനൽ പശ്ചാത്തലം, ഇതൊക്കെയാണ് വെളിവാകുന്നത്. തീർച്ചയായിട്ടും ഈ പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കാപ്പ കേസിൽ ഉൾപ്പെട്ട ഒരാളാണ് ഈ കേസിലെ ഒരു പ്രതി, മറ്റൊരാൾ കൊട്ടേഷൻ സംഘാംഗമാണ്. ഇപ്പോൾ ഈ കൊട്ടേഷൻ നൽകിയ ബിജുവിനെതിരെ ചാരായം വാറ്റിയതിനടക്കം കേസുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പം അവരുടെ പശ്ചാത്തലം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആസൂത്രണം നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഈ കൊട്ടേഷൻ സംഘാംഗങ്ങളെ ഇവിടെ എത്തിച്ച് ഈ കൃത്യത്തിൽ പങ്കെടുപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ആസൂത്രണത്തിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ കൊലപ്പെടുത്തണമോ എന്ന ഉദ്ദേശം ഇവർക്കുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കൊലപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് കിട്ടാനുള്ള പൈസ കിട്ടില്ല. അപ്പം ഇയാളെ തടങ്കലിൽ വെച്ച് ഭേദ്യം ചെയ്ത് ഈ പണം മേടിച്ചെടുക്കുക, അത്തരം കാര്യങ്ങളാണ് സാധ്യത എന്നുള്ളതാണ് പ്രാഥമികമായും നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ പോലീസാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. കൃത്യമായിട്ടുള്ള എന്ത് ആസൂത്രണമാണ് ഇതിൽ നടന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. പക്ഷേ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു വിവരം ഈ ഭേദ്യം ചെയ്ത് ഇയാൾ പണം മേടിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ ദേവതമാത കാറ്ററിംഗ്സിന്റെ പേരിൽ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ആംബുലൻസ് സർവീസ് ഉണ്ടായിരുന്നു. ഈ മൊബൈൽ മോർച്ചറി സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ കൊല്ലപ്പെട്ട ബിജു ജോസഫിന്റെ പേരിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാമ്പത്തിക നഷ്ടം തനിക്കുണ്ടായി എന്ന് പലയിടത്ത് ഈ ജോമോൻ പരാതി പറഞ്ഞിരുന്നു. ആ പരാതിയിൽ കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു വൈരാഗ്യം ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ബിജു ജോസഫിന്റെ ഭാര്യയെ ഒരിക്കൽ ഇയാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. ബിജു ജോസഫ് എപ്പോഴാണ് വീട്ടിൽ നിന്ന് പോകുന്നതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് വണ്ടി ഉപയോഗിച്ചിട്ടൊന്ന് തട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ആസൂത്രണം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനിയിപ്പോൾ പോലീസാണ് ഈ കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നൽകേണ്ടത്. പ്രജീഷ്.